അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അങ്ങ് തൃശ്ശൂരിൽ നടന്ന ഈ പോലീസിന്റെ നരനായാട്ട് അറിഞ്ഞിരിക്കുമല്ലോ. ഒരു വോട്ടർ പട്ടിക വിവാദം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ 2-3 ദിവസമായി CPM-ഉം കോൺഗ്രസും ചെയ്തിരിക്കുന്നത്. അതിന്റെ പുറകെ പറ്റിക്കൊണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് വലിയൊരു മാർച്ച് CPM നടത്തി. അവിടെ കരിയോയിൽ ഒഴിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെതിരെ പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്ക് നേരെ നരനായാട്ടാണ് തൃശ്ശൂരിലെ പോലീസ് നടത്തിയിരിക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? CPM-ന് ഏതൊരു സമരത്തിന്റെ മുമ്പിലും അവരുടെ പ്രതിഷേധങ്ങളുടെ മുമ്പിലും ഒരു അജണ്ട ഉണ്ടാവും. ഇതും തീർച്ചയായിട്ടും അത്തരത്തിലൊരു അജണ്ടയാണ്. കോതമംഗലത്ത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വാർത്ത കേരളത്തിൽ ചർച്ചയാകാതിരിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ CPM ഒത്താശ ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ ലവ് ജിഹാദിനെ മറച്ചു വെക്കുവാൻ കഴിഞ്ഞ 2 ദിവസമായി ഈ വോട്ടർ പട്ടിക വിവാദം ഉയർത്തുകയാണ്. വോട്ടർ പട്ടിക വിവാദം ഉയർത്തുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ രമേശ് ചെന്നിത്തലയുടെ ഉൾപ്പെടെ, എന്നിട്ട് VD സതീശന്റെ ഉൾപ്പെടെ ഇവരെല്ലാം വോട്ട് പലയിടത്തും മാറിയാണ് കിടക്കുന്നത്. ഇങ്ങനെ വോട്ട് മാറിക്കിടക്കുന്ന എന്റെ വോട്ട് പാറത്തോട് പഞ്ചായത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഓഫീസിലിരിക്കുന്നിടത്താണ്. ഇപ്രാവശ്യം ഞാനത് തിരിച്ചു മാറ്റി. ഈ പറയുന്ന ആളുകൾക്ക് രണ്ടാമതൊരു സ്ഥലത്ത് ഇരട്ട വോട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഇതൊന്നും അല്ല CPM-ന്റെ വിഷയം. മുഖ്യധാരാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റുക എന്നുള്ള അജണ്ടയാണ്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണത്തിൽ നിന്നും ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കൃത്യമായ അജണ്ട തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവിടെ പോയി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് സ്വാഭാവികമായും BJP പ്രവർത്തകരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. അത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ അടികൊണ്ടുകൊണ്ട് പോകുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശക്തമായ പ്രതിഷേധമായ രംഗത്തെത്തും. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് മാറ്റുക. ആ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തില് മുഖ്യധാരാ വിഷയമായി ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുക എന്നുള്ള അജണ്ടയാണ് CPM ഇവിടെ നടപ്പിലാക്കുന്നത്. ഓക്കെ, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഷോൺ ജോർജ്.